ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ സിറ്റിയിൽ വന്നേക്കാണ് ഒരു UFO. ആ UFO ആണെങ്കിൽ ജുറാസിക് പാർക്കിൽ ക്രാഷ് ആവും ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ സിറ്റിയിൽ എന്താണോ സംഭവിക്കാൻ പോണേ? മിക്കവാറും ഏലിയൻസ് വന്ന് നമ്മുടെ സിറ്റിയിൽ അറ്റാക്ക് ചെയ്യും. ഇനിയിപ്പോൾ അതായിരിക്കും സംഭവിക്കാൻ പോണേ. ഇതെന്തത്? ഞാനിപ്പോൾ എന്തായി കണ്ടേ? നമ്മുടെ സിറ്റിയിൽ ഏലിയൻസ് വരെ അവരാണെങ്കിൽ ഒരു UFOയില വന്നേ. അതാണെങ്കിൽ ജുറാസിക് പാർക്കിൽ ക്രാഷ് ആവും ചെയ്തു. ഇതിപ്പോൾ ശരിക്കും പണിയല്ലോ. നമ്മുടെ സിറ്റിയിലെ ഏത് സമയത്തും ഏലിയൻസ് ഒന്ന് അറ്റാക്ക് ചെയ്യും. അതിപ്പോൾ ഏതായാലും സമ്മതിക്കില്ല. നമുക്കേ ഒരു കാര്യം ചെയ്യാം, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. പോലീസ് സ്റ്റേഷൻ പിന്നെ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പോലീസുകാരുണ്ടാ? ഇവിടെ പോലീസുകാർ അധികം ഉണ്ടാവാറില്ലേ? ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ സാറിനോട് കാര്യങ്ങളൊക്കെ പറയാം. ഹലോ സാറേ, സാറ് വലുതും പറഞ്ഞാ നമ്മുടെ സിറ്റിയിൽ ഏലിയൻസ് വന്നേക്കാ. അവരുടെ UFO ജുറാസിക് പാർക്കിൽ ക്രാഷായി. ഏലിയൻസാ? എടാ ഫ്രാങ്ക്ലിന്, താൻ എന്തുട്ടി പറയണേ? ഏലിയൻസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരണേ? അതെനിക്കറിയില്ല, ഞാൻ ന്യൂസിൽ കണ്ടതാ. അവരെ പറഞ്ഞേ നമ്മുടെ സിറ്റിയിൽ ഏലിയൻസ് വന്നു. എന്നാലും ഏലിയൻസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരണേ? ആ ന്യൂസ് മിക്കവാറും ഫേക്ക് ആയിരിക്കും. ആ ന്യൂസുകാർക്ക് വേറെ പണിയൊന്നുമില്ല, എന്തേലൊക്കെ വായ തോന്നുന്നത് വിളിച്ച് പറയും. എന്തുട്ടായാലും നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരി സാറേ. ഗൈസ്, ഈ പോലീസുകാരൻ പറയണതേ ആ ന്യൂസ് ഫേക്കാന്ന്. ചിലപ്പോൾ ആ ന്യൂസ് ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. എന്തുട്ടായാലും നമുക്ക് ജുറാസിക് പാർക്കിൽ പോയിട്ട് നോക്കി നോക്കാം. അഥവാ ജുറാസിക് പാർക്കിൽ ആ UFO ഉണ്ടെങ്കിൽ പിന്നെ ആ ന്യൂസ് റിയലാണ്. അവിടെ ഇല്ലെങ്കിൽ പിന്നെ ആ ന്യൂസ് ഫേക്കാ. എന്നിട്ടായാലും ചെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ജുറാസിക് പാർക്കിൽ വന്നേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറാം. ആ UFO അവിടെ ഉണ്ടോയെന്ന് നോക്കി നോക്കാം. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ ഭാഗത്ത് ഉണ്ടാവുന്ന ചാൻസ് ന്യൂസിൽ അങ്ങനെ കണ്ടേ. ഇവിടെ പക്ഷേ UFO ഒന്നും കാണാനില്ല ഏട്ടാ. ഇവിടെ ഈ മരങ്ങൾ മാത്രമുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഇല്ല. 1 hour later. ഗൈസ്, ഇവിടെ ഞാനേ ഈ ജുറാസിക് പാർക്ക് മൊത്തം നോക്കി നോക്കിട്ടാ. ഇവിടെ എനിക്ക് UFO ഒന്നും കാണാനില്ല. ഇപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആ ന്യൂസ് ഫേക്കാന്ന്. ആ ന്യൂസുകാർക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല. രാവിലെ തന്നെ കുറെ ഫേക്ക് ന്യൂസ് ഇറക്കും, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ സീനില്ല, ടെൻഷനില്ല. നമുക്കപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. 6 hours later. അപ്പൊ ഇതാണ് ആ ഫ്രാങ്ക്ലിന്റെ വീട്. എന്നാലും ഈ ഫ്രാങ്ക്ലിൻ ആള് കൊള്ളാലോ. ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തേക്കണ്. അല്ലെങ്കിലും ഇവിടത്തെ പോലീസുകാർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടത്തെ പോലീസുകാരെ മണ്ടന്മാരാ, പേടിത്തൊണ്ടന്മാരാ. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫ്രാങ്ക്ലിനെ പിടിച്ചോണ്ട് പോവാം, നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. അവിടെ അവന് രക്ഷപ്പെടാൻ പറ്റില്ല. എടാ ഫ്രാങ്ക്ലിനെ, നീ തീർന്നടാ, നീ തീർന്നു. Meanwhile. ഇതെന്തത്? ഞാനിപ്പോൾ എവിടേക്ക് എത്തിയേ? ഇത് ഏതാ സ്ഥലം? ഒരു മിനിറ്റ്, മേലെ UFO പറന്നു പോണു. ഗൈസ്, ഇത് ഏതാ സ്ഥലം? എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ പൊന്ന്, ഏലിയൻസ് എൻ്റെ അടുത്തേക്ക് വരുന്നു. അതെ, നൈസായിട്ട് പണിപ്പാളിട്ടാ. ഞാൻ ഏതൊരു സ്ഥലത്ത് പെട്ടുപോയി. എന്നാലും ഇത് ഏതോ പ്ലാനറ്റ്. എന്തുട്ടായാലും ഭൂമിയല്ല, അതുറപ്പാ. ഇത് വേറെ ഏതൊരു പ്ലാനറ്റാ. അല്ല, എൻ്റെ കയ്യിൽ വെപ്പൺസ് ഇല്ലേ? ശരി, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനും തീർത്തളയാം. ഒരൊറ്റണത്തിന് വെറുതെ ഇടണ്ട. അപ്പം ന്യൂസ് ഫേക്ക് അല്ലാട്ടാ, ആ ന്യൂസ് റിയൽ ആയിരുന്നു. നമ്മുടെ സിറ്റിയിലപ്പോ ഏലിയൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക്ലിനെ, നീ പറഞ്ഞത് ശരിയാ. നിന്റെ സിറ്റിയില് കുറെ ഏലിയൻസ് വന്നു. ഇതെന്തത്? നിന്റെ കയ്യില് വെപ്പൺസ് ഉണ്ടാ? നമ്മളെ ആർപ്പിച്ച് കൊല്ലോ? അതെ, ഒരു കാര്യം പറയാം, നമ്മുടെ സിറ്റിയില് 10,000 ഏലിയൻസ് ഉണ്ട്. 10,000 അല്ല, 10,000 കോടി ഏലിയൻസ്. 10,000 കോടിയാ? അത്രയധികം ഏലിയൻസ് ഉണ്ട് ഇവിടെ? അയ്യോ,
എനിക്ക് എല്ലാവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വെപ്പൺസിൽ അധികം ബുള്ളറ്റ് ഇല്ലേ. ഷേ, ഇതിപ്പോൾ പണിയായല്ലോ. ഞാനിപ്പോൾ എവിടെ നിന്നിട്ട് പെട്ടുപോയേ. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എടാ ഫ്രാങ്ക്ലിന്, നിനക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നീ ഇവിടെ ശരിക്കും പെട്ടുപോയി. നിന്നെ ഒരാൾക്കും രക്ഷിക്കാനും പറ്റില്ല. അതെ, നീ ഇപ്പൊ കുറെ പേരെ കൊല്ലണില്ലേ. ഇവരിപ്പോ കുറച്ച് കഴിഞ്ഞാലേ റീസ്പോൺ ആയിട്ട് വരും. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? റീസ്പോണാവേ? അപ്പോൾ ഞാൻ എല്ലാവരും കൊന്നത് വെറുതെ ചെയ്യാ. ഷേ, ഇതിപ്പോൾ പണിയായല്ലോ. ഞാനിവിടെ ശരിക്കും പെട്ടുപോയല്ലോ. എന്തപ്പോൾ ചെയ്യാ? നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തറണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തറണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോയെന്ന് നോക്കി നോക്കാം. ദേ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഏലിയൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും കൊല്ലാനേ നേരമുള്ളൂ. ഇവന്മാരെ കൊന്നിട്ടും വലിയ കയറുന്നില്ല. ഇവർ കുറച്ച് കഴിഞ്ഞ് റീസ്പോൺ ആയിട്ട് വരും. ഒരു മിനിറ്റ്, ഇതെന്തത്? എൻ്റെ വെപ്പൺസ് എവിടെയാ? എൻ്റെ വെപ്പൺസ് കാണാനില്ല. എൻ്റെ കയ്യിൽ RPG ഉണ്ടായിരുന്നു, ഇപ്പം അതും കാണാനില്ല. ഇപ്പം ശരിക്കും പണി പാളിയിട്ടാ. ഇനി എനിക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാവരും എന്നെ കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്തു. എൻ്റെ അമ്മച്ചിയേ! ഇതെന്തത്? ഞാനിപ്പോൾ എവിടെയാ? ഇതെൻ്റെ വീടല്ലേ. ഞാൻ എൻ്റെ ബെഡിൽ നിൽക്കുക. ഞാനിപ്പോൾ സ്വപ്നം കണ്ടതാ. എന്നാലും ഞാൻ ഇങ്ങോട്ടേക്ക് പോയേ. ഇവിടെ എന്തൊരു സംഭവിക്കണ് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ വേറെ ഏതൊരു ലോകത്തേക്ക് പോയി. അവിടെ തന്നെ കുറേ ഏലിയൻസ് ഒന്ന് അറ്റാക്ക് ചെയ്തേ. ഇപ്പം എനിക്ക് ആരെയും കാണാനില്ല. ഞാനിപ്പോൾ സ്വപ്നം കണ്ടതാവും. അങ്ങനെ അവനെ ചാൻസ് ഉള്ളൂ. എന്നാലും ഒന്ന് പേടിച്ചു പോയിട്ടാ. ഇങ്ങനെയൊന്നും സ്വപ്നം കാണാൻ പാടില്ല. തേങ്ങ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ വലിയ സീനൊന്നുമില്ല.